നോക്ക്, ഓരോ പ്ലാനറ്റ്സിലും നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് ആണ്. നമ്മൾ സ്ഥലമൊക്കെ പിടിച്ചു വെച്ചു. എന്തിനാണ്? ഇന്ന് നമ്മൾ ശന്തനുവിൻ്റെ ഒരു 2-3 വർഷത്തെ ഒരു ആഗ്രഹമാണ് നിറവേറ്റാൻ പോകുന്നത്. അതായത് ഇവിടെ എല്ലാ സമ്മറിലും പ്ലാനറ്റോറിയത്തിൽ ഒരു വലിയ എക്സിബിഷൻ നടക്കാറുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എല്ലാ സമ്മറിലും അത് മിസ് ചെയ്യാറുണ്ട്. ഈ സമ്മറിൽ അത് മിസ്സാവാതെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെക്ക് റിപ്പബ്ലിക്കിലെ ബ്രിനോയിലുള്ള ക്രാവിഹോറ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ബ്രിനോ പ്ലാനറ്റേറിയം ഈ എക്സിബിഷനും ഉള്ളത്. പ്ലാനറ്റേറിയം നമുക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. പക്ഷേ ഈ എക്സിബിഷൻ സമ്മറിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ്. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ജസ്റ്റ് 1-2 ആഴ്ച മാത്രമാണ് ഈ എക്സിബിഷൻ നമുക്ക് കാണാൻ സാധിക്കുക. ജൂലൈയിൽ ഓൾറെഡി എക്സിബിഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളത് മിസ് ചെയ്തു. ഓഗസ്റ്റിൽ 5-ാം തീയതി തൊട്ടിട്ട് 11 വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ഈ ഒരു എക്സിബിഷനെ ഫെസ്റ്റിവൽ പ്ലാനറ്റ് ബ്രിനോ എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണൻ മൂൺ ടച്ച് ചെയ്തു അല്ലേ? മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് 2019 ബ്രിനോ പ്ലാനറ്റേറിയം ഈ ഒരു പ്ലാനറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അത് വലിയൊരു വിജയമായിരുന്നു. ബ്രിനോ പ്ലാനറ്റേറിയം സംഘടിപ്പിച്ച ഇവൻറ്റ്സിൽ ഏറ്റവും സക്സസ്ഫുൾ ആയതിലൊന്നായിരുന്നു ഈ ഒരു ഫെസ്റ്റിവൽ. 2020 പ്ലാനറ്റ് എർത്തിൻ്റെ, അതായത് നമ്മുടെ ഭൂമിയുടെ വലിയൊരു മോഡൽ കൂടെ ഇതിലേക്ക് ചേർത്തു. പിന്നീട് വരുന്ന വർഷങ്ങളിലും വിവിധ ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിൻ്റെ ഹ്യൂജ് മോഡൽസ് ചേർത്ത് നമ്മളിപ്പോൾ 2024 പ്ലാനറ്റ് ഫെസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരുട്ടായാൽ ഈ ആസ്ട്രോണമിക്കൽ ബോഡീസിൻ്റെ മോഡൽസൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുവരെ നമുക്ക് പ്ലാനറ്റേറിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. മാർസിനെ പൊക്കില്ല, കാരണം മാർസിൽ എത്ര ഫീൽ ചെയ്യും ആ വെയിറ്റ്. ഓരോ പ്ലാനറ്റ്സിലും നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് ആണ്. വീനസ് വീനസിൽ 18 kg ആണത്. ഇറ്റ്സ് ഈസി. ഇത് ശരിയാണല്ലോ അല്ലേ? സെമിയാണ്. നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ ആ നീല ബോർഡിൽ ഓരോ പ്ലാനറ്റിലും നമ്മുടെ വെയിറ്റ് എന്താണെന്നുള്ളത് കാണിക്കും. അപ്പോൾ എർത്തിൽ കണ്ണൻ ഇപ്പോൾ 16 kg ആണ്. അപ്പോൾ ഓരോ പ്ലാനറ്റ്സിലുള്ള വെയിറ്റാണ് അവിടെ കാണിക്കുന്നത്. കണ്ണൻ്റെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ഒന്ന് നിന്ന് നോക്കാൻ പോവാണ്. കഴിഞ്ഞ വർഷം സമ്മറിൽ നമ്മൾ പ്ലാനറ്റേറിയത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നമ്മൾ എക്സിബിഷൻ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ അന്ന് വെതർ ചേഞ്ച് കാരണം എന്തോ എക്സിബിഷൻ ക്യാൻസൽ ചെയ്തിരുന്നു. സമ്മറായാൽ മാത്രം പോരാ, ഈ പ്ലാൻഡ് ഡേറ്റ്സിൽ വെതർ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ എക്സിബിഷൻ ക്യാൻസൽ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും ചില ടാസ്കുകളും ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടെ കാണണം. നോക്ക്, കണ്ണൻ്റെ കൈ. ഇതാണ് പ്ലാനറ്റേറിയത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ബിൽഡിംഗ്. അപ്പോൾ ചില എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിലാണ് നടക്കുക. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോവുകയും ചെയ്യാം. ഇപ്പം കാണുന്നതിനേക്കാൾ ഈ മോഡൽസൊക്കെ കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് തോന്നുക ഇരുട്ടായി കഴിഞ്ഞാലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്ന് അവിടെ സ്ഥലം പിടിച്ചത് പകൽ വെളിച്ചത്തിലും രാത്രിയിലും ഒരുപോലെ നമുക്കിത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഇത് വളരെ കുറച്ച് ദിവസം മാത്രമുള്ളൊരു എക്സിബിഷൻ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ. കുറച്ചുകൂടെ ബാക്കിലേക്ക് വെക്കുകയാണ്. നമ്മൾ സ്ഥലമൊക്കെ പിടിച്ചു വെച്ചു. എന്തിനാണ്? ദേ രാത്രി ലൈറ്റ് ഇടുമ്പോൾ കാണാൻ. ഒരെണ്ണം അവിടെയും
രണ്ടെണ്ണം അവിടെയാണ് ഉള്ളത്, മരത്തിൻ്റെ അപ്പുറത്താണ്. പക്ഷെ നമുക്ക് ലൈറ്റൊക്കെ ഇടുമ്പോൾ കാണാം. നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലം ഭയങ്കര സ്ലോപ്പായതുകൊണ്ട് നമ്മളൊന്നുകൂടെ സ്ഥലം ഒന്ന് മാറി. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് നന്നായിട്ട് കാണാൻ പറ്റും. ആ മൂണിൻ്റെ മോഡൽ മാത്രം നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റില്ല. അത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ പോയിട്ട് കാണാം. ബാക്കി 3 എണ്ണം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഫ്രണ്ട്സാണ്, അവർ ബെർണോയിൽ പുതിയതാണ്. അപ്പോൾ നമുക്ക് കുറേ സമയമുള്ളതുകൊണ്ട് കുറേ നേരം നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചിട്ടും വർത്താനം പറഞ്ഞിട്ടും അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. അതിനിടയ്ക്ക് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആസ്ട്രോണറ്റിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഒരു ലേഡി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ണനെ ആസ്ട്രോണറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ കണ്ണനായിട്ട് പോയിട്ട് ആസ്ട്രോണറ്റിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ഈ ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിൻ്റെ മോഡൽസ് പകൽ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടാവുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ആ ഒരു ട്രാൻസിഷൻ കാണാൻ. അതുകൊണ്ട് ഞാനത് ടൈം ലാപ്സിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണിത്. മൂണിൻ്റെ മോഡൽ മാത്രം നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതുകൂടെ കാണാമെന്ന് വിചാരിച്ചു. മൊത്തം 4 കോസ്മിക് ബോഡീസാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ എക്സിബിഷന് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം പ്ലാനറ്റോറിയത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അത് നമുക്ക് കയറി കാണാൻ പറ്റിയില്ല. ഈ 4 എണ്ണം ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. പിന്നെ അതല്ലാതെ മാർസിൻ്റെയും അതേപോലെ സണ്ണിൻ്റെയും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന്ന് എക്സിബിഷന് കണ്ടിട്ടില്ല, അതുപോലെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ബെർണോ പ്ലാനറ്റോറിയത്തിൻ്റെ എക്സിബിഷൻ്റെ ന്യൂസിലൊക്കെ എപ്പോഴും അത് കാണാറുണ്ട്. ഈ കാണുന്നത് മൂണിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. മൂണ് കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇത് ആക്ച്വലി ഒരു ഫോട്ടോ റിയലിസ്റ്റിക് സ്റ്റാർ ഗ്ലോബാണ്. അതായത് ചെക്കിൽ നിന്ന് കാണാൻ പറ്റാത്ത സദേൺ പോളിൽ നിന്ന് കാണുന്ന ഗാലക്സിയും സ്റ്റാറിൻ്റെ കൂട്ടങ്ങളൊക്കെയാണ്. കൂടുതൽ ഇൻഫർമേഷൻ ചെക്കിലാണ് അവരവിടെ എഴുതിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടും ആ വേർഡ്സൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവണില്ല എന്നുള്ളതുകൊണ്ടുമാണ് എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ ഇതിൽ തരാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സൗത്ത് പോളിൽ നിന്ന് കാണുന്ന ആകാശം, അപ്പോൾ അതിൽ കാണുന്ന സ്റ്റാറും ഗാലക്സിയും കാര്യങ്ങളൊക്കെയാണ് അവരിതിൽ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന 2 എണ്ണം എർത്താണ്. അതിൽ ഒന്ന് ഡേ ടൈം ഫോമും അതേപോലെ മറ്റേത് സെയിം കോസ്മിക് ബോഡി തന്നെ നൈറ്റ് ടൈം ഫോമുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് എർത്ത് തന്നെ നമ്മുടെ ഭൂമി തന്നെ പകലും രാത്രിയുള്ള 2 ടൈപ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 കോസ്മിക് ബോഡീസാണ് നമ്മളിപ്പോൾ പകൽ വെളിച്ചത്തിലും അതേപോലെ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടും കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്